പന്തീരങ്കാവ് PVS ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സ്റ്റാർട്ടപ്പ് ക്ലബിന് തുടക്കമായി. പന്തീരങ്കാവ് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ K. അജ്മൽ സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. ഓരോ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്കറിയാം ധാരാളം വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ നൂതനമായ ആശയങ്ങൾ വിദ്യാർത്ഥി സമൂഹം ഉൾപ്പെടെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡിന് ശേഷമാണ് ഇതിൻ്റെ ഒരു ധാരാളമായിട്ട് സ്റ്റാർട്ടപ്പ് കണ്ടു തുടങ്ങിയിട്ടുള്ളത്. ചെറിയ ചെറിയ ഐഡിയാസ് പോലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് കൊണ്ടുവരുന്നത്. ഉദാഹരണത്തിന് തന്നെ നമുക്കിപ്പോൾ LED എടുക്കുമ്പോൾ തന്നെ കുറച്ചാൾ മുമ്പ് വരെ ഫ്ലൂറസെന്റ് ബൾബ് അല്ലെങ്കിൽ നിയോൺ ബൾബുകളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ LED വന്നപ്പോൾ തന്നെ എനർജി തന്നെ കൺസെപ്ഷൻ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് അളവ് അത് ഒരേ വാട്ടിൽ തന്നെയുള്ള രണ്ട് താരതമ്യം നമ്മൾ എടുക്കുകയാണ്. ഫ്ലൂറസെന്റ് ബൾബ് LED തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് LEDക്ക് തന്നെയാണ് കൂടുതൽ. പന്തീരങ്കാവ് PVS കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ സ്റ്റാർട്ടപ്പ് ക്ലബിന് തുടക്കമായി. LED ബൾബ് നിർമ്മാണത്തിലാണ് സ്റ്റാർട്ടപ്പിൻ്റെ തുടക്കം. കോളേജിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ KSEB പന്തീരങ്കാവ് അസിസ്റ്റന്റ് എഞ്ചിനീയർ K. അജ്മൽ സ്റ്റാർട്ടപ്പ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. LED ലോഗോ പ്രകാശനം പന്തീരങ്കാവ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ട്രസ്റ്റി PV നിതീഷ് നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ക്യാപ്റ്റൻ PC ദേവരാജ് അധ്യക്ഷനായ ചടങ്ങിൽ IEDC കോർഡിനേറ്റർ K. അമ്പിളി, അലി ഹർഷാൽ, സ്റ്റാർട്ടപ്പ് കോർഡിനേറ്റർ മാളവിക ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. 50 കുട്ടികളാണ് സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമായി LED ബൾബ് നിർമ്മാണത്തിൽ പരിശീലനം നേടുന്നത്. തൃശൂർ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നെത്തിയ PV ലിവിൻ പരിശീലനത്തിന് നേതൃത്വം നൽകി. വ്യാവസായിക അടിസ്ഥാനത്തിൽ LED ബൾബുകൾ നിർമ്മിച്ച് കുറഞ്ഞ വിലയിൽ വിപണിയിൽ എത്തിക്കുകയാണ് സ്റ്റാർട്ടപ്പിന്റെ ലക്ഷ്യമെന്ന് കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കി. LED ബൾബ് കൊണ്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് വെളിച്ചം കാണുന്നിടത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഏറ്റവും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വെളിച്ചം കാണുകയും അതിന് ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള ഇലക്ട്രിസിറ്റി കറണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അതാണ് LEDന്റെ ഒരു പ്രത്യേകത തന്നെ. അപ്പം അങ്ങനൊരു സാധനം കൊണ്ടുവരുമ്പോൾ നമുക്ക് സമൂഹത്തിന് ഏറ്റവും ചെയ്യാവുന്ന, ഗവൺമെൻറ്റുകൾക്കും രാജ്യത്തിനും ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു സഹായമാണ് ഈ എനർജി പ്രിസർവേഷൻ. മറ്റൊന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളൊക്കെ പഴയ കാലത്ത് ഇതിപ്പോൾ ഇനാഗുറേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന PV എന്ന് പറയുന്നത് 40 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ KVയിൽ ഈ സോൾഡറിങ് തുടങ്ങിയിരിക്കുന്ന റേഡിയോ ഉണ്ടാകുക, പുസ്തകം ഉണ്ടാക്കുക തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ മേഖലയിലേക്ക് ഈ കുട്ടികൾക്ക് വേറെ തല മേഖലയിലെയും കുട്ടികളിങ്ങനെ തിരിഞ്ഞു പോയതുകൊണ്ട് ഇത് വീണ്ടും ഗവൺമെൻറ് തലത്തിൽ വന്നിരിക്കുന്ന ഒരു പുതിയ നല്ല ആശയമാണ്. അപ്പോൾ ഈ ആശയം നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ഇപ്പോൾ PVS കോളേജിലെ ഇപ്പോൾ 100 കുട്ടികളുള്ള ഇതിനകത്ത് NSSൻ്റെ 30 കുട്ടികളുണ്ട്. അപ്പോൾ NSSനെ വിളിച്ചു, ആദ്യം വളണ്ടിയേഴ്സ് ആക്കി, പിന്നെ ഒരു സൊസൈറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞു. അങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ 30 കുട്ടികളോ അല്ലെങ്കിൽ 60 കുട്ടികളോ അല്ലെങ്കിൽ 100 കുട്ടികളുണ്ടെങ്കിൽ ആ 100 കുട്ടികളും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോവുക. അപ്പോൾ അവരവരുടെ ഗ്രാമങ്ങളിലോ വീടിൻ്റെ അടുത്തൊക്കെ അവർക്ക് സ്വന്തമായിട്ടൊരു ഏണിംഗ് യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് സമൂഹത്തിലേക്ക് കൊടുക്കാൻ പറ്റും. ഇതോടൊപ്പം തന്നെ നമുക്ക് ഇൻഡയറക്റ്റ് ആയി കിട്ടും നമ്മുടെ കോളേജിൻ്റെ പബ്ലിസിറ്റി ഉണ്ടാവും. പക്ഷെ അതിനല്ല നമ്മൾ കാണുന്നത് കുട്ടികളെ കുറച്ചും കൂടെ വൈബ്രൻ്റ് ആക്കിയിട്ട് ഈ എങ്ങനെ രാജ്യസേവനത്തിലേക്കും സാമൂഹ്യ സേവനത്തിലേക്കും കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ശിഥിലമായി കൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള ദൂഷ്യവശങ്ങളിലേക്കും പരന്നു പോകുന്ന കുട്ടികളുടെ സ്വഭാവത്തെ നമുക്ക് ഇത്തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ഏരിയയിലേക്ക് ഡെവലപ്മെൻറ്റ് ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് രാജ്യത്തിൻ്റെ നല്ല പൗരന്മാരാക്കി വളർത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ ഇത്തരത്തിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാകാൻ ആ ക്രിയേറ്റീവ് മേഖലയിലേക്കും കുട്ടികളുടെ ശ്രദ്ധയും അവരുടെ ബുദ്ധിശക്തിയും അവരുടെ കഴിവുകൾ, മാൻ പവർ അതും കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്ലബിൻ്റെ ഉദ്ദേശം.